എന്റെ സുഹൃത്ത് വഴിയാണ്. 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ച് നടന്ന കൂട്ടുകാരി മുഖാന്തരമാണ് ഈ കൺസെപ്റ്റ്. പക്ഷെ ഇതിൽ ഏറ്റെടുക്കണ ആള് ഒരുപാട് തവണ ലിങ്ക് ഒക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഈ കൺസെപ്റ്റിൽ നീ ജോയിൻ ചെയ്യ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഞാന് എനിക്ക് സൂം ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതൊക്കെ കള്ളത്തരം പറഞ്ഞിട്ട് അങ്ങനെ ഒഴിഞ്ഞു മാറും. എനിക്ക് ഫോണിനെ കുറിച്ച് അറിയില്ലടി അങ്ങനെ പറഞ്ഞപ്പോ, നിന്റെ മക്കൾക്ക് അറിയാലോ, സൂം ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ, എന്നിട്ട് ഈ ലിങ്കിലൊന്ന് കയറാൻ പറ, നിനക്ക് പറ്റും, നീ ചെയ്തു നോക്ക്. അപ്പൊ എന്നും രാത്രി 8 മണിക്കത്തെ ലിങ്ക് ഇങ്ങനെ അയച്ചു തരുമ്പോ ഞാനത് കേറുകയില്ല. പിന്നെ ഒരു ദിവസം നമ്മുടെ ഈ ഒരു ഇൻകം പോസ്റ്ററൊക്കെ മാമിന്റെ വരുന്നു. അപ്പൊ ഈ സംഭവം ദിവസം ക്യാഷ് ഒക്കെ കിട്ടുന്നല്ലോ, 1500, 3600. പിന്നെ അവിടെ ഉള്ള ആൾക്കാർ, കല്ലേക്കാട് ഉള്ള ആൾക്കാരൊക്കെ ഓരോരുത്തരായിട്ട് എൻ്റെ അടുത്ത് എന്നും കടം വാങ്ങുന്ന 50 രൂപയായിട്ടും 100 രൂപയായിട്ടും കടം വാങ്ങണവരും കൂടി ഇതിൽ ജോയിൻ ചെയ്തിട്ട് 1500, 3600 ഒക്കെ അടിക്കുമ്പോ ഞാൻ എന്താ സംഭവം, ഇപ്പൊ കാശും വാങ്ങണില്ല, എൻ്റെ അടുത്ത് കടം ചോദിക്കണമില്ല. അപ്പൊ ഈ സംഭവം, ഇവർക്കൊക്കെ കാശ് കിട്ടാൻ തുടങ്ങിയത് എന്താ സംഭവം എന്ന് ഞാൻ എന്നാലും ഞാൻ ചോദിച്ചില്ല. എന്തായാലും എന്നെ ചേർത്തും എന്നുള്ള ഒരു ഇതിൽ തോട്ടില് ഞാൻ മിണ്ടാണ്ടിരുന്നു. അപ്പോ ഓരോ കാര്യങ്ങളും പറഞ്ഞ് ഓരോ ഫോളോ അപ്പും നമ്മളിപ്പോ ഫോളോ അപ്പ് ചെയ്യില്ലേ, അപ്പൊ അതേപോലെ എന്റെ വാട്സപ്പിൽ എടുത്തിട്ട് ഓരോ വീഡിയോസും കാര്യങ്ങളും ഒക്കെ അയച്ചു തരാൻ തുടങ്ങിയപ്പോ ഞാൻ അത് നോക്കി. പിന്നെ നീ ഇതിൽ ചേരി. അപ്പൊ ജസീറ മാമിന്റെ കാർ എടുക്കാൻ പോകണത് പറളിയാണ്, മാമിന്റെ വീട് അസിസ്റ്റന്റ് പ്രൊഫസർ ആണ്, ഇന്ന് നോക്ക്, നല്ല ക്യാഷ് ഒക്കെ വാങ്ങണ്, ഇന്ന് ജുമാ വരുന്നിട്ട് അവര് കാർ എടുക്കാൻ പോകും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ എനിക്ക് പറ്റൂല, നിന്നെ പോലെ സംസാരിക്കാൻ എനിക്ക് അറിയില്ല, എനിക്ക് ഫോൺ ഉപയോഗിക്കാൻ അറിയില്ല. ഇവരൊക്കെ നന്നായി സംസാരിക്കും, സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് മുതൽ നല്ല സംസാരിക്കും, നല്ല എല്ലാവരോടും നല്ല ഇതാണ്. പക്ഷെ ഞാൻ അങ്ങനെയല്ല. നാലാൾക്കാർ മുമ്പിൽ വന്നാൽ ഞാൻ സംസാരിക്കില്ല, ഒഴിഞ്ഞു മാറും. ആരെങ്കിലും മുമ്പിൽ വെച്ചിട്ട് ബാക്കോട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്ന ഒരാളായിരുന്നു. അങ്ങനെ അപ്പൊ എനിക്കൊന്നും സാധിക്കില്ല. അപ്പൊ നീ ഒന്ന് ജസ്റ്റ് ഒന്ന് കേറി നിൽക്ക്, ഞാൻ ഉണ്ടല്ലോ നിന്റെ കൂടെ എന്ന് പറഞ്ഞു. അപ്പൊ ശരി, പ്ലാൻ അപ്പോഴും കേട്ടില്ല. ഞാൻ ശരി എന്നാ എന്തോ ആകട്ടെ അല്ലെ. അപ്പൊ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു. അപ്പൊ ഹസ്ബൻഡിനും ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് അവള്. എന്താണെന്ന് വെച്ചാൽ ചായ കുടിച്ചോ, ചോറ് കഴിച്ചോ, അങ്ങനെയാണ്, ഗുഡ് മോർണിംഗ് അങ്ങനെയൊക്കെ അയക്കുന്നുണ്ട്. അതേപോലെ വീഡിയോസും കാര്യങ്ങളൊക്കെ അയക്കണുണ്ട്. അപ്പോ റിൻസിമാനെ ഇതിൽ ജോയിൻ ചെയ്യാൻ പറ, നല്ല കൺസെപ്റ്റ് ആണ് സുധീർക്ക എന്നൊക്കെ പറയുമ്പോ സുധീർക്ക പറയും, അവൾക്ക് താല്പര്യമില്ല, നിന്റെ കൂട്ടുകാരിയല്ലേ, ചോദിക്ക്, അവൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർന്നോട്ടെ എന്ന് പറയും. ഞാൻ എൻ്റെ അടുത്ത് ചോദിക്കുമ്പോ സുധീർക്ക സമ്മതിക്കണില്ലടി, സുധീർക്ക അങ്ങനത്തെ ഒന്നും പോയി പെടണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടിരിക്കും, ഒരു എക്സ്ക്യൂസ് പറഞ്ഞിട്ടിരിക്കും. അപ്പൊ നമ്മൾ ആലോചിക്കുന്നത്, നമ്മൾ ഒരുപാട് ആൾക്കാരുടെ അടുത്ത് പ്ലാൻ പറയുമ്പോൾ ഇതേപോലെ എക്സ്ക്യൂസ് കേൾക്കും. അപ്പൊ നമ്മൾ എങ്ങനെ ആയിരുന്നു, അപ്പൊ അതങ്ങനെ ചിന്തിച്ചാൽ മതി. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ മാറി ഒഴിഞ്ഞു മാറി നിൽക്കും. പിന്നെ ഒന്നും കാണാതെ അവൾക്ക് അറിയില്ലാലോ, ഏതൊരു ചതിക്കുഴിയിലും അവൾ ഇന്ന് വരെ എന്നെ പെടുത്തിയിട്ടില്ല. അപ്പൊ എന്റെ എന്റെ എല്ലാത്തിലും എല്ലാ കാര്യങ്ങൾക്കും അവള് സപ്പോർട്ട് ഉണ്ട്. അതേപോലെ നമുക്കൊരു ഫിനാൻഷ്യൽ ഇത് വന്നു പറഞ്ഞാല് അവള് അത് ഡീൽ ചെയ്യാനും കൂടി നിൽക്കും. അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. അപ്പൊ എനിക്കൊരു ലോണോ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ എനിക്ക് ഭയങ്കര കടബാധ്യത അങ്ങനെയൊക്കെ ഉള്ളപ്പോ സമയത്ത് എല്ലാ ഇതിലും ചേർത്തി ആ കടബാധ്യത ഒക്കെ മാറ്റി തന്നു. അങ്ങനെ ഉള്ള ഒരു നല്ലൊരു ഫ്രണ്ട്സാണ്. അപ്പൊ ഞാൻ ഒന്നിനും പെടുത്തില്ലാലോ നമ്മളെ. ശരി ശരി ഇട്ടാ, അവള് പറയണത് ശരിയായിരിക്കാ, നല്ലൊരു കൺസെപ്റ്റ് ആയിരിക്കാ, ഞാനൊന്ന് കേറി നിന്നോട്ടെ പറഞ്ഞപ്പോ സുധീർക്ക് അപ്പൊ പറഞ്ഞ്, വേണ്ട വേണ്ട, ഞാന് നിന്നെ ചേർത്തില്ല. കാരണം എന്താ, നിന്റെ ഇക്കാകാര് പറയും ഫോൺ ഉപയോഗിക്കാൻ അറിയാത്ത ആളാണ്, എന്നിട്ട് അവളെ പോയിട്ട് അവിടെ പോയി പെടുത്തി അളിയെ എന്താവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്, എനിക്ക് 2 ഇക്കാകാരാണ്. അപ്പൊ അവര് ചീത്ത പറയും പറഞ്ഞിട്ട്, നീ വേണമെങ്കിൽ നിന്റെ ഇക്കാകാരന്റെ അടുത്ത് ചോദിച്ചിട്ട് നീ ഇതിൽ ജോയിൻ ചെയ്തോ എന്ന് പറഞ്ഞപ്പോ ഞാൻ ശരി എന്റെ ഇക്കാകാരന്റെ അടുത്ത് ചോദിച്ചു, ഹസ്ബൻഡിന്റെ അടുത്ത് ചോദിച്ചില്ല. ഇക്കാകാരന്റെ അടുത്ത് ചോദിച്ചപ്പോ ഇക്കാകാര് കാണുന്നുണ്ടായിരുന്നു, ജസീന എന്റെ ഫ്രണ്ട് ആണല്ലോ, അപ്പൊ അവരുടെ ജസീന്റെ സ്റ്റാറ്റസും കാണണ്ടായിരുന്നു.
അപ്പൊ കുഴപ്പമില്ല, ഒന്ന് ചേർന്ന് നോക്ക്, അതും ബോബി ചെമ്മനൂറിന്റെ അല്ലേ, സാധനങ്ങൾ കിട്ടുന്നുണ്ടല്ലോ, പിന്നെ എന്തിനു പേടിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അടുത്ത സ്റ്റെപ്പിലെ നമുക്ക് ക്യാഷ് വേണം. അപ്പൊ ഇത് എങ്ങനെ ഇതാക്കുക, 1 റുപ്യ സുധീർ ഖാന്റെ അടുത്ത് ചോദിച്ചപ്പോ ഉം എനിക്കറിയില്ല, എന്റെ പൈസ അല്ല, ഞാൻ തരില്ല, അങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ എന്താട്ടി, ഈ മുറ്റത്തമ്മല അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതുണ്ടല്ലോ, ആ സംഭവത്തിൽ എടുത്ത് അങ്ങനെ ജോയിൻ ചെയ്തു. ഇക്കാന്റെ അടുത്ത് പറഞ്ഞപ്പോ ജോയിൻ ചെയ്ത് നമുക്ക് ആദ്യ പടിയില്ലേ, എനിക്ക് അപ്പൊ ഞാൻ അവളുടെ അടുത്തേക്ക് പോയി ജോയിൻ ചെയ്യുന്ന, അവൾ തന്നെ എല്ലാം രജിസ്ട്രേഷൻ ചെയ്തു, പ്രൊഡക്റ്റ് എടുത്തു. നീ ഇന്ന് വൈകുന്നേരം പായോ, ഫോട്ടോ ചോദിച്ചു, സർട്ടിഫിക്കറ്റ് അടിക്കാൻ ഫോട്ടോ ചോദിച്ചപ്പോ എടീ എന്റെ കയ്യിലൊന്നും ഫോട്ടോ ഒന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോ നീ ഇങ്ങോട്ട് വായോ നമുക്ക് ഫോട്ടോ എടുത്തിട്ട് എന്താണ് ശരിയാക്കാന്ന് പറഞ്ഞു. ആദ്യ പടി ആള് ചെയ്തു തന്നത്, നമ്മൾ ഫോട്ടോ എടുത്തു തന്ന് ആ ഒരു എന്താണ് എന്റെ ജീവിതത്തിലേക്ക് മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന ഒരു കൺസെപ്റ്റിലേക്ക് ഞാൻ ജോയിൻ ചെയ്തു. ആ ഒരു തോട്ട് അവൾ എഴുതി, ആ ഒരു ഇതില് എഴുതി, ഒരു ഫ്രണ്ട്സിന് മുഖാന്തരം അങ്ങനെ എഴുതിയപ്പോ ഞാൻ അങ്ങനെ എന്നെ കൊണ്ട് സ്റ്റാറ്റസ് വെക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് എഴുത്തോടെ വെക്കാൻ അറിയില്ല. അപ്പൊ അന്ന് മുതല് അപ്പൊ ഇങ്ങനെയാണ് വെക്കേണ്ടത്, നീ ഇങ്ങനെ പിടിച്ചു വെച്ചോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കാണിച്ചു തന്നപ്പോ ഞാൻ അതേപടി സ്റ്റാറ്റസ് വെച്ചു. അവൾ പറഞ്ഞു തന്ന പോലെ സ്റ്റാറ്റസ് വെച്ചു. സ്റ്റാറ്റസ് വെച്ചപ്പോ ഞാൻ അപ്പൊ ഒരു മണിക്കൂറിന്റെ ഉള്ളില് എനിക്ക് ഫോൺ കോള്. ഞാൻ അവിടെ നിന്ന് അവളുടെ അടുത്തുനിന്ന് വന്നും ചെയ്ത് ഫോൺ കോൾ. പക്ഷെ ഇവള് പറഞ്ഞു തന്നില്ല ഇതെങ്ങനെയാണ് മറ്റുള്ളവരുടെ അടുത്ത് പറയാ. ഇവളെ വിശ്വസിച്ച് ഞാൻ ചേർന്നു, പക്ഷെ മുപ്പത്തി പറഞ്ഞു തന്നില്ല ഇതെങ്ങനെയാണ് മറ്റുള്ളവരുടെ അടുത്ത് പറയാ. അപ്പൊ എനിക്ക് ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. അപ്പോ പെട്ടെന്ന് കല്യാണം കഴിഞ്ഞ ആ ഒരു ലൈഫിലേക്ക് മാറി. പിന്നെ എന്റെ ഉമ്മാന്റെ വീട്ടുകാര്, മാമമാരുടെ മക്കളൊക്കെ നന്നായി പഠിച്ചവരാണ്, നല്ല ഗവൺമെന്റ് ജോലിക്കാരാണ്. അവർക്കൊക്കെ നേരം വൈകിട്ടാണ് മാരേജ് കഴിഞ്ഞതും. ഞാനാണ് ഫസ്റ്റ് അവിടെ നമ്മുടെ ആ കാലത്തൊക്കെ 2007 അങ്ങനെയൊക്കെ ആവുമ്പോ 10ാം ക്ലാസ് കഴിയട്ടെ പറഞ്ഞിട്ട് കാത്തിരിക്കും. അത് ഒരു മകളാണെങ്കിൽ പ്രത്യേകിച്ചാണ്. അപ്പൊ എന്താണ് വേഗം കല്യാണം കഴിച്ചു. അപ്പൊ അവരൊക്കെ എന്റെ മൂത്തവരൊക്കെ കല്യാണം കഴിക്കാണ്ട് അവര് നല്ല പഠിച്ച് അവര് ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന അങ്ങനെയായി. പക്ഷെ എന്നെ മാത്രം വേഗം കല്യാണം കഴിച്ചു. നമ്മൾ ആ ലൈഫിലേക്ക് പോയിക്കൊണ്ടിരിക്കണില്ലേ. അപ്പൊ എന്താണ് ഇവർക്ക് ആ താത്തമാർക്ക് എന്താ റിൻസി ഈ ഒരു സർട്ടിഫിക്കറ്റ് ഇട്ടിക്കണല്ലോ, ആ ഒരു തോട്ട് വന്നിട്ട് എന്നോട് ടകടേന്ന് വിളിച്ച് മാമന്മാരുടെ മക്കളൊക്കെ ചോദിച്ചു എന്താ സംഭവം, എന്താണ് ഇതെന്താ നീ സർട്ടിഫിക്കറ്റ് ഒക്കെ ഇട്ടിക്കണല്ലോ എന്ന്. അപ്പൊ ഞാൻ ഓട്ടോമാറ്റിക്കായി പറഞ്ഞു ഇത് ഒരു നമുക്ക് ഫോണിൽ കൂടെ ചെയ്യാൻ പറ്റുന്ന അത്ര, വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യാ, പക്ഷേ 25,000 രൂപ വേണം. നിന്റെ 25,000 രൂപ വേണല്ലേ. അപ്പൊ എന്താണ് അവര് പിന്നീട് ഒന്നും ചോദിച്ചില്ല, അവരങ്ങനെ പോയി. ഈ 25,000 റുപ്യന്റെ കഥ കേട്ടപ്പോ ശരിയില്ല, നിന്റെ കൺസെപ്റ്റിൽ ജോയിൻ ചെയ്യണമെങ്കിൽ 25,000, നീ 25,000 കൊടുത്തോ. ഞാൻ പറഞ്ഞു ഞാൻ 25,000 കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പൊ പ്രൊഡക്റ്റ് കിട്ടുമോ ചോദിച്ചു. പ്രൊഡക്റ്റ് കിട്ടിയില്ല, ഞാൻ സത്യം പറഞ്ഞു. അപ്പൊ പ്രൊഡക്റ്റ് കിട്ടിയില്ല. അപ്പൊ ശരി, ഞാൻ ഇന്നലെ ജോയിൻ ചെയ്തിട്ടുള്ളൂ, പ്രൊഡക്റ്റ് ഒന്നും കിട്ടിയിട്ടില്ല, കിട്ടും എന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞപ്പോ ഇക്കാന്റെ വിളി വന്നു. ഇക്ക അങ്ങാടിയിലായിരുന്നു. സർട്ടിഫിക്കറ്റ് കണ്ടപ്പോ ഇക്കാന്റെ വിളി വന്നു, റിൻസിമ ഇത് എന്താണ് ബോബി ചെമ്മന്നൂർ ഒരു ബിസിനസ് മൈൻഡുള്ള ആളാണ്, പക്ഷെ ഇതിപ്പോ അജിയൊക്കെ പറയണു, കൂട്ടുകാരൻ പറയണു എന്തിനാണ് അവളെ ജോയിൻ ചെയ്തത്, പ്രൊഡക്റ്റ് ഒന്നും കിട്ടിയില്ല എന്നുള്ളത് പറഞ്ഞപ്പോ നിന്റെ കാശ് പോയിട്ടാ, അവളുടെ കാശ് പോയി 25,000 റുപ്യ എന്ന് പറഞ്ഞപ്പോ എന്റെ മനസ്സങ്ങനെ ഇടിഞ്ഞു. പിന്നെ അവര് അങ്ങനെ കൂട്ടുകാരൻ എന്നെ വിളിച്ച് എന്തിനാ റിൻസിമ നീ ഈ പണിയൊക്കെ ചെയ്തത്, കാശില്ലാത്തവിടെ നീ ഇങ്ങനെ ചെയ്യണോ എന്നുള്ള തോടിൽ അങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് ആകെ സങ്കടമായി. ഞാൻ എന്താ ചെയ്യറബേ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇരുന്ന്. പിന്നെ എന്താണ് എനിക്ക് ടെൻഷൻ അടിച്ച തലവേദന അങ്ങനെയൊക്കെ വരും. അപ്പൊ ഞാൻ അപ്പൊ ഇക്കാകാരിന്റെ ഫോൺ വന്നു. അപ്പൊ ഇക്കാകാര് പറഞ്ഞു കുഴപ്പമില്ല, പോയാ പോട്ടെ, ടെൻഷൻ അടിക്കണ്ട, ഇതിന് പരിഹാരം ഞങ്ങൾ ചെയ്തു തരാം, ക്യാഷ് പോയ പോട്ടെ, ഞങ്ങൾ രണ്ടാളും ഷെയർ ഇട്ടിട്ട് അത് നിനക്ക് ആ കാശ് തരാം, നീ ടെൻഷൻ ഒന്നും അടിക്കരുത് എന്ന് പറഞ്ഞു. അപ്പൊ ശരി, അപ്പൊ സമാധാനമായി, എനിക്ക് കിട്ടുമല്ലോ പൈസ, ഇവര് തരുമല്ലോ എന്ന് പറഞ്ഞു. പക്ഷെ 2 ദിവസം കഴിഞ്ഞപ്പോ എനിക്ക് പ്രോഡക്റ്റ് വന്ന് സ്റ്റോറിലേക്ക് വരാൻ പറഞ്ഞിട്ട് വിളിച്ച്. അപ്പൊ അപ്പൊ സമാധാനമായി, പ്രൊഡക്റ്റ് കിട്ടുമല്ലോ. അപ്പൊ ഞാൻ ശരി, ഇപ്പൊ വണ്ടിയില്
ഇക്കാന്റെ വണ്ടിയിൽ ഞാൻ പോവുകയാണ്. അപ്പൊ എന്റെ ചെറിയക്കാന്റെ വണ്ടിയിൽ പോവുകയാണ്. പോയ ശേഷം ഞാൻ പ്രൊഡക്റ്റ് കണ്ടു. അപ്പൊ ഒരു ചാക്കിലൊക്കെ ആക്കി വെച്ചിരുന്നു. അപ്പൊ ഇക്ക എന്നെ കൊണ്ട് വന്ന് പറഞ്ഞു, ഇമ്മാനെ വിളിച്ചിട്ട് വരാത്തത് നന്നായി. ഇമ്മാനെ വിളിച്ചിട്ട് വന്നെങ്കിൽ 25,000 റുപ്യന്റെ മുതലാണ് നീ വാങ്ങിച്ചിരിക്കണത് എന്ന് പറഞ്ഞിട്ട് ടെൻഷൻ അറ്റാക്ക് വരും മാക്ക് പറഞ്ഞു. അപ്പൊ ഞാൻ അപ്പോഴും ഞാൻ ഒന്നും മിണ്ടിയില്ല. എന്റെ പ്രൊഡക്റ്റ് ഇത്രയേ ഉള്ളൂ എന്നൊക്കെ മനസ്സിൽ കരുതിയിട്ട് അങ്ങനെ ഇരുന്നു. എന്നിട്ട് പക്ഷെ ഞാൻ പിന്നെ ഒന്നും മിണ്ടിയില്ല. ജെസ്സി എന്റെ കൂടെ എന്റെ കൂട്ടുകാരി ഉണ്ടായിരുന്നു. അപ്പൊ നിന്റെ കിളി പോയില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ സംസാരിച്ചു നിന്ന്. അപ്പൊ ഞാൻ അങ്ങനെയും ഉണ്ടാണ്ടിരുന്നു. പക്ഷെ വീട്ടില് വന്നു ആ ചാക്ക് അഴിച്ചപ്പോ അൽഹംദുലില്ലാ നിറയെ പ്രൊഡക്റ്റുകളുണ്ട്. സമാധാനായി. എന്റെ കാശ് എവിടെയും പോയിട്ടില്ല എന്നുള്ള ഒരു ഇത് വന്നു. അപ്പൊ ഞാൻ എന്റെ ഇക്കാനടുത്തൊക്കെ ചോദിച്ചു, നോക്കിക്കാ നിറയെ സാധനം ഉണ്ട് കാ, എന്റെ ഫേസ് ഒന്നും എവിടെയും പോയിട്ടില്ല കാ. ഇമ്മാനെ കൊണ്ടുപോയാലും ഇപ്പൊ ഒന്നും സംഭവിക്കാൻ പോണില്ല. അത് ചാക്കിൽ ഇങ്ങനെ കുത്തി നിറച്ചത് കൊണ്ടായിരിക്കാ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ സവാലിച്ചു. അപ്പൊ എല്ലാവരും അങ്ങനെ കുഴപ്പമില്ല എന്നുള്ള രീതിയിലായി. പിന്നെ ഞാൻ പ്രൊഡക്റ്റ് കിട്ടില്ല എന്ന് പറഞ്ഞില്ലേ, അവർക്ക് ആ ഒരു ഫോട്ടോ എടുത്തിട്ട് അയച്ചു കൊടുത്തു. ചേട്ടനിക്ക് ഫോട്ടോ എടുത്തിട്ട് അയച്ചു കൊടുത്തു. അപ്പൊ എന്താണ് സംഭവം, അതും ആ നെഗറ്റീവിന് പോസിറ്റീവായി. ശരിയില്ലേ, കിട്ടിയില്ലേ. അവിടെ എന്തെങ്കിലും സംഭവിച്ചോ? ഒന്നും സംഭവിച്ചില്ല. എന്റെ കാശ് പോയിട്ടില്ല, ഒന്നുമില്ല. പിന്നെ നമ്മൾക്ക് എന്താണ് MC അല്ലെ, 2-3 ദിവസം കഴിഞ്ഞപ്പോ MC ഇടണം. അല്ല, പിറ്റേ ദിവസം എന്താണ് 7am കയറാൻ പറഞ്ഞപ്പോ എന്റെ അടുത്ത് ഞാൻ 7am എന്ന് പറഞ്ഞപ്പോ ലിങ്ക് ഓപ്പൺ ആണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ശരി 7am ഞാൻ എന്ത് വിചാരിച്ചു, എന്നെ അപ്പുറത്തുള്ളവർ കാണൂല എന്നുള്ള തോട്ടില്, എനിക്ക് ഈ ഫോണിനെ കുറിച്ച് അറിയില്ലല്ലോ. അപ്പൊ എന്നെ അപ്പുറത്തുള്ളവർ കാണൂല എന്നിട്ട് തീരുമ്പോൾ അവിടുന്ന് വന്നിട്ട് ഞാൻ തലയിൽ നമ്മൾക്ക് സാധാരണ വീട്ടമ്മല്ലേ അല്ലെ, അപ്പൊ അതിന്റെ ഒരു ശൈലിയിൽ നമ്മൾ ഇരിക്കുകയാണ്. അപ്പൊ പെട്ടെന്നൊരു വേഗം 7am ലിങ്ക് ഓപ്പൺ ആക്കി എന്നൊക്കെ പറയുമ്പോ ഞാൻ അങ്ങനെ എന്താണ് വേഗം ആ ഡ്രസ്സോടെ വന്ന് ഓപ്പൺ ആക്കിയിട്ട് ഇരിക്കുന്ന സമയത്ത് അത് കഴിഞ്ഞപ്പോ എന്റെ വിചാരം അപ്പുറത്തുള്ള ആൾക്കാരൊന്നും കണ്ടിട്ടില്ല എന്നാണ്. പക്ഷെ അത് കഴിഞ്ഞപ്പോ എനിക്ക് ഫോൺ കോൾ വന്നു. ജസീന മാമിന്റെ ഫോൺ കോൾ വന്നു. എന്താ റിൻസിമ നീ ഇങ്ങനെയാണ് ഇരിക്കുക, ഇത് ഇന്റർനാഷണൽ കമ്പനി അല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നെ കാണണ്ടാ റബ്ബേ എന്ന് പറഞ്ഞപ്പോ പിന്നെ ഇത് കാണൂലേ എന്ന് പറഞ്ഞു. അപ്പൊ അതിനെ കുറിച്ച് മനസ്സിലായി. പിന്നെ അത് കഴിഞ്ഞിട്ട് 2-3 ദിവസം കഴിഞ്ഞിട്ട് MC ഇടാ എന്നുള്ളൊരു ധന്യ മാം നിന്റെ പോസ്റ്റർ ഞാൻ MC ഇടുന്നുണ്ട്, ഇങ്ങനെ പറഞ്ഞാ മതി, ഒരാളിനെ ഇൻവൈറ്റ് ചെയ്താൽ മതി പറഞ്ഞപ്പോ എനിക്ക് ആകെ പേടിയായി. ടെൻഷൻ അടിച്ച് രാത്രി ഒന്നും ഉറങ്ങിയില്ല. അപ്പൊ അവര് ആ രാത്രി തന്നെ ഇങ്ങനെ പറഞ്ഞ് MC ഇങ്ങനെ ചെയ്യണം എന്നുള്ള പറഞ്ഞപ്പോ ഞാൻ ഒരു പുസ്തകത്തിൽ എഴുതി വെച്ചപ്പോ എന്താണ് എഴുതി വെച്ച് രാവിലെ എനിക്ക് പറയുമ്പോ ഒന്നും കിട്ടുന്നില്ല. അങ്ങനെ എനിക്ക് എന്താ ഒരു ടെൻഷനും ഇതും എല്ലാം വന്ന് അങ്ങനെ മാറി ഞാൻ. എന്നിട്ട് അത് വിട്ടു. പിന്നെ കുഴപ്പമില്ല, അവര് നല്ലതാണ് പറഞ്ഞിട്ട് ഗ്രൂപ്പിലൊക്കെ പോസ്റ്ററൊക്കെ അത് വരുമ്പോ കുഴപ്പമില്ല അല്ലെ ഞാൻ ചെയ്ത്. അപ്പൊ വീണ്ടും പിന്നെ 2 ദിവസം കഴിഞ്ഞ് വീണ്ടും MC കിട്ടിക്കണേ. അപ്പൊ ഞാൻ ചേച്ചിനോട് ചോദിച്ചു, ഞങ്ങളുടെ അപ്ലൈന് ധന്യ മാമിന് എന്താ ചേച്ചി എന്നെ തന്നെ MC ഇടണെന്ന് പറഞ്ഞപ്പോ പോസ്റ്റർ വരട്ടെടാ കണ്ണാ, നീ എന്താണ് ചെയ്യുന്നുണ്ടല്ലോ നല്ലോണം എന്ന് പറഞ്ഞു. അപ്പൊ ശരി അല്ല വീണ്ടും അപ്പൊ എന്താണ് എന്റെ ഫാമിലിയിൽ നിന്ന് എല്ലാവരും അടിപൊളിയാണ് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് തമ്പും ഇതൊക്കെ തരുന്നു, ലൈക്കൊക്കെ തരുന്നു. അപ്പൊ എനിക്ക് സംഭവം നമ്മുടെ വിധം പോസ്റ്ററുകൾ വരണല്ലേ എന്നുള്ള തോട്ടില് ഞാൻ ചെയ്യാം എന്നുള്ള ഇതായി. പിന്നെ ഇതിനെ കുറിച്ച് അപ്പോഴും എനിക്ക് ഒന്നും അറിയില്ല, ഇതിനെ എങ്ങനെയാണ് ഒരാളിനോട് പറയാന്ന്. പിന്നെ ഒരാഴ്ചന്റെ ഉള്ളിൽ നമുക്ക് AOP ഉണ്ടായിരുന്നു. AOP പാലക്കാട് AOP തുടങ്ങിയായിരുന്നു. അപ്പൊ അവിടെ പോയപ്പോൾ ജസീറ മാം എന്റെ കയ്യിൽ, ഞാൻ ആദ്യമായിട്ടാണ് അന്ന് മൈക്ക് പിടിക്കുന്നത്. ആ മൈക്ക് മാം ചോദിച്ചു, ഈ ഒരു കൺസെപ്റ്റില് ഒരാൾക്ക് എങ്ങനെയാണ് പറയാ, ഒരാളുടെ അടുത്ത് ഫസ്റ്റ് ഇൻവൈറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ചപ്പോ ഞാൻ അങ്ങനെ തപ്പു തുപ്പുന്നായി. അപ്പൊ മാം പറഞ്ഞു, എപ്പോഴാ ജോയിൻ ചെയ്ത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു 2-3 ദിവസം ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ശരി മാം, ഇതിനെ കുറിച്ച് പഠിച്ചോളൂ, പഠിച്ചിട്ട് നമുക്ക് പരിശ്രമിച്ചാൽ കിട്ടും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ശരി പറഞ്ഞിട്ട് അങ്ങനെ മുണ്ടാണ്ടിരുന്നു. പിന്നെ എന്താണ് അത് കഴിഞ്ഞ് ആ ഹാളില് എല്ലാവരും
ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ആൾക്കാരും ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാരും പല മേഖലകളിൽപ്പെട്ട ആൾക്കാരും എന്താണ് എല്ലാവരും നമ്മളെ പോലെ സാധാരണ വീട്ടമ്മമാരും ഒക്കെ വന്ന് നല്ല രീതിയിൽ എന്താണ് ഓരോ എന്താണ് എക്സ്പീരിയൻസ് കാര്യങ്ങളും ട്രോഫിയും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുമ്പോ അപ്പൊ അവിടെ നിന്ന് എനിക്ക് മനസ്സിലായി ഇതിൽ എന്തൊക്കെയോ ഉണ്ട് ഉള്ളിൻ്റെ അതില് ഉള്ളിൽ എന്തോ എന്താണ് ഒതുങ്ങി കിടക്കണുണ്ട് എന്നുള്ള ഒരു തോട്ടില് അവർക്കൊക്കെ സാധിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് എന്താ സാധിച്ചാല് ഞാൻ ഇതിനെ കുറിച്ച് പഠിച്ചാൽ നമുക്ക് അറിയാലേ എന്നുള്ളതൊക്കെ അറിഞ്ഞ് ഞാൻ ആ ഹാളിൽ നിന്ന് വരുമ്പോ ഞാൻ അടുത്തത് ഒരു എന്താണ് 3 മാസത്തിനുള്ളിൽ നമുക്ക് ഇത് കിട്ടുമല്ലോ. അപ്പൊ എന്തായാലും ഇതിനെ കുറിച്ച് മനസ്സിലായി ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോ എന്തായാലും സെയിൽസ് എക്സിക്യൂട്ടീവ് എന്ന റാങ്ക് അടിച്ച് ട്രോഫി വാങ്ങും എന്നുള്ളൊരു ഇതിൽ വന്നു. അപ്പൊ ഞാന് അന്ന് രാത്രി തന്നെ ഞാൻ ചോദിച്ചു, ജിസ്മ ഇതെങ്ങനെയാണ് ഒരാളിനോട് പറയാ, ഇതെങ്ങനെയാണ് നമുക്ക് ഒരാളിനെ ഇൻവൈറ്റ് ചെയ്യുക? അപ്പൊ റിൻസി നിനക്ക് ലിങ്കും കാര്യങ്ങളൊക്കെ വരുന്നില്ലേ, ഇതില് ഗസ്റ്റുള്ള കേറ്റിനാണ് രാത്രി വരുന്ന ഇത് ലിങ്ക്, അതിനൊക്കെ ഓപ്പൺ ആക്കിയിട്ട് നീ ആരാണ് ജോയിൻ അവർക്ക് നീ പേഴ്സണൽ ആയിട്ട് അയച്ചു കൊടുക്ക്, എന്നിട്ടും ഇങ്ങനെ മാത്രം പറഞ്ഞാൽ മതി. ഇ കോമേഴ്സ് പ്രൊജക്ട് ആണ്, നമുക്ക് ബോബിച്ചമ്മനെ പറഞ്ഞാൽ നമുക്ക് പാർട്ട് ടൈം ആയിട്ടോ ഫുൾ ടൈം ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കൺസെപ്റ്റ് ആണ് അന്ന് അവൾ പറഞ്ഞു തന്നു. അപ്പൊ എനിക്ക് ശരി ഓക്കെ. അപ്പൊ ഞാൻ ഈ ലിങ്ക് ഒക്കെ ഓപ്പൺ ആക്കി എല്ലാവർക്കും എന്റെ അടുത്ത് ചോദിക്കുന്നവർക്കൊക്കെ പറഞ്ഞു കൊടുത്തു. അവര് ആ ലിങ്കിൽ കയറി. അതേപോലെ പിന്നെ നമ്മുടെ ഒരു സെഷൻ ചെയ്യുന്നതും MC ചെയ്യുന്നതും ആ പോസ്റ്ററുകളൊക്കെ വരാൻ തുടങ്ങിയപ്പോ ഞാൻ എന്തൊക്കെയോ ആയി എന്നുള്ള തോട്ട് പുറത്തുള്ളവർക്ക് അറിയാൻ കഴിഞ്ഞു. ഇതിൽ എന്തൊക്കെയോ റിൻസിക്ക് സംഭവിക്കുന്നുണ്ട്. ഞാന് എന്നെ തന്നെ പ്രൊമോഷൻ ചെയ്തു, വേറെ ആരും ഞാൻ പ്രൊമോഷൻ ചെയ്തിട്ടില്ല. എന്താണ് എന്റെ ഓരോ കാര്യങ്ങളും വീഡിയോസും മക്കളുടെ അടുത്ത് ചോദിച്ചിട്ട് വീഡിയോസും കാര്യങ്ങളും അങ്ങനെയൊക്കെ ചെയ്ത് ഞാൻ ഇതില് ഇങ്ങനെ എങ്ങനെയാണ് മോട്ടിവേഷൻ കിട്ടുക, അങ്ങനെ ആ ഒരു ഇതൊക്കെ പഠിച്ച് നമുക്ക് ഇതില് അറിവില്ലെങ്കിൽ അറിവ് നേടിയെടുക്കുക അല്ലെ, ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് അറിവ് നേടിയെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു ഇത് എങ്ങനെ എന്താണ് ഫോൺ ഉപയോഗിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഫോണിനെ കുറിച്ച് നമുക്ക് ഓരോന്ന് പറ്റി. അതേപോലെ ഓരോ കാര്യങ്ങളും ഇതിൽ എന്തൊക്കെയാണ് നമുക്ക് എല്ലാ സവനയും അന്ന് മുതൽ ഇന്ന് വരെ നമ്മൾ ഇടയ്ക്ക് നമ്മളുടെ ചിലപ്പോ എവിടെയെങ്കിലും പോകേണ്ട സാഹചര്യങ്ങളോ മരിപ്പോ എന്തെങ്കിലും പെട്ടെന്ന് നമുക്ക് ഒരു അത്യാവശ്യം വന്ന ആ ഒരു സവനയെ മിസ് ചെയ്യണമെന്ന് മാത്രമാ. അല്ലാതെ നമ്മൾ ആ ഒരു ട്രെയിനിങ് ആയാലും ശരി, എന്ത് തല പോണ പ്രശ്നം ഉണ്ടെങ്കിലും എന്തെങ്കിലും കല്യാണം കാര്യങ്ങളാണെങ്കിലും നിനക്ക് വീട്ടിൽ നിന്നൊക്കെ പറയും നിനക്ക് ഇതാണല്ലേ വലുത്, യെസ് എനിക്ക് ഇതാണ് വലുത്, ഞാൻ ഇതിലേന് പോവും, എനിക്ക് കല്യാണമല്ല വലുത്, കല്യാണം ഇന്ന് വരും നാളെ നമ്മളില്ലെങ്കിലും കല്യാണം നടക്കും എന്ന് പറയും. എന്നിട്ട് ഞാൻ അങ്ങനെ ട്രെയിനിങ്ങിലൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്യാറുണ്ട് എല്ലാതും. അപ്പം ഇങ്ങനെ ചെയ്തു. അതേപോലെ മറിച്ച് പിന്നെ ആദ്യം ഞാൻ ഇതിൽ ജോയിൻ ചെയ്യാത്ത മുമ്പ് കല്യാണങ്ങൾക്കൊക്കെ പോണത് ഇഷ്ടേ ഇല്ല. ഒരു ഡ്രസ്സ് മാറ്റി പോവുക, കുറെ ആൾക്കാരെ കാണുക, അങ്ങനെയൊക്കെ ഉള്ള ഒരു മൈൻഡ് സെറ്റിലാണ്. എന്തിനാണ് അവന്റെ വിചാരങ്ങളൊക്കെ കാണാൻ നിൽക്കുന്നത്, അങ്ങനെയുള്ള ഒരു മനസ്താവത്തിൽ ഞാൻ പോവില്ല. നല്ല നമ്മുടെ ഇപ്പോ ചെറിയപ്പാന്റെ മുതാപ്പാന്റെ അങ്ങനെയുള്ള നല്ലൊരു ഇതിൽ ആൾക്കാർക്ക് പോവും. നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത കല്യാണങ്ങളൊക്കെ പോവുള്ളൂ, അല്ലാതെ ഞാൻ പോവില്ല. എല്ലാരും പോവും, ഞാൻ പോവില്ല. പക്ഷെ ഇന്ന് ഞാൻ എന്തൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിലും വിളിച്ചാൽ ഞാൻ അവിടെ എത്തും. എന്താണ് സംഭവം എന്ന് വെച്ചാല് നമുക്ക് അവിടെ നമുക്ക് അറിയുന്നവരും അറിയാത്തവരും ഒക്കെ ആൾക്കാരൊക്കെ വരൂലേ. അപ്പൊ ജസ്റ്റ് നമുക്ക് അവരുടെ കോണ്ടാക്ട് നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പോണത്. എന്താണ് അതേപോലെ ഞാൻ എന്താണ് ആദ്യം ഞാൻ വിചാരിക്കും ആരെങ്കിലും എന്തെങ്കിലും വിചാരിക്കോ, ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ റോഡ് കടന്നിട്ട് വരാൻ മടിച്ചിട്ട് എന്താണ് അവിടെ അങ്ങനെ ബസ് സ്റ്റോപ്പിൽ അങ്ങനെ ആൾക്കാർ നിൽക്കുമല്ലോ, അതുകൊണ്ട് ഈ റോഡ് കടക്കാൻ മടിച്ചിട്ട് ഞാൻ ഓട്ടോറിക്ഷയില വരിക, വീട്ടിന്റെ മുമ്പറം വരെ ഓട്ടോറിക്ഷയില വരിക. എനിക്ക് ആൾക്കാരെ ഫേസ് ചെയ്യാൻ ഭയങ്കര മടിയാണ്. അപ്പൊ അങ്ങനെയുള്ള ആള് പക്ഷെ എന്താണ് പിന്നീട് ഞാൻ ആലോചിച്ചു ഇവരിനെ ഞാൻ എന്തിനാ നോക്കുന്നത് അല്ലെ. നമ്മൾക്ക് എന്തെങ്കിലും സാധിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ചാലേ നടക്കുള്ളൂ അല്ലെ. അപ്പോ അവര് വിചാരിക്കും ഇവര് വിചാരിക്കും എന്നുള്ള തോട്ടിൽ വെക്കാൻ പറ്റില്ല.
അപ്പൊ ഞാൻ പിന്നെ ബസ്സിൽ വരാൻ തുടങ്ങി. ബസ്സിൽ വരുമ്പോ എന്താണെന്ന് വെച്ചാല് നമ്മുടെ ടാഗ് നമ്മൾ എന്നും ഇടും. ഞാൻ എല്ലാ ഇപ്പൊ എനിക്ക് ഒരുപാട് എന്താണ് ഈ ഒരു ഇട്ടിട്ട് നമ്മൾ കല്യാണത്തിന് പോകുമ്പോൾ ഡ്രസ്സൊക്കെ മാറ്റിയ ശേഷം നമ്മൾ ആണീന്ന് ടാഗ് എടുക്കാനും നോക്കും. അപ്പൊ ഉമ്മ എന്താ അമ്മ നിങ്ങള്, അപ്പൊ ഞാൻ പറഞ്ഞു ഓർമ്മല്ലടി എന്ന് പറയും. അങ്ങനെ ആയി മാറി. അപ്പൊ നമ്മുടെ മൈൻഡ് നമ്മുടെ ഫിജി കാർഡ് എന്നുള്ളൊരു ഇതാണ് നമുക്ക്. അപ്പൊ ഈ ടാഗ് എന്തിനാ ഇടുന്നത് പറഞ്ഞാൽ നമ്മൾ അവിടെ തൊട്ട് ഇതുവരെ നമ്മൾ ബസ്സിൽ ഇപ്പൊ നമ്മൾ BOPക്കാണെങ്കിലും എന്തെങ്കിലും ഒരു ട്രെയിനിങ്ങിനാണെങ്കിലും നമ്മൾ ഈ ഒരു ടാഗ് ഇട്ടിട്ട് നമ്മൾ പോകുമ്പോൾ ആൾക്കാർ നോക്കൂലേ എന്ത് ജോലിക്കായിരിക്കാം പോകുന്നത്. ചിലവര് നോക്കുമ്പോ നന്നായി വായിച്ചോട്ടെ വേണ്ടി ഞാൻ മുമ്പിൽ അങ്ങോട്ട് വെച്ചു കൊടുക്കും. എന്നിട്ട് കുറച്ചു നേരം നമ്മൾ അവരോട് ഇതാക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ ഒരാളുടെ അടുത്ത് പറയുമ്പോ ചിരിച്ചും കൊണ്ട് അതിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ലാസ്റ്റ് അവരെന്നെ ചോദിക്കാൻ ഇടവരുത്തുന്ന പോലെ നമ്മൾ സംസാരിക്കും. നല്ല ഡീലാവും. എന്നിട്ട് അപ്പൊ അവര് എന്താ നിങ്ങൾ ചെയ്യണത് ചോദിച്ചാലാണ് ഞാനൊരു ഇ-കൊമേഴ്സ് പ്രൊജക്റ്റ് ആണ്, ബോബിച്ചമ്മന്നൂറിന്റെ ആണ്. നമുക്ക് ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ എവിടെ ഇരുന്നാലും ചെയ്യാ എന്നുള്ളൊരു തോട്ട് ഞാൻ അവർക്ക് കൊടുക്കും. അപ്പൊ അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇവിടുന്ന് പറയണില്ല, ഒന്ന് നിങ്ങളുടെ നമ്പർ തരുമോ, എന്റെ നമ്പർ ഒന്ന് സേവ് ചെയ്യോ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്പറുകൾ കൊടുക്കും. അവരുടെ അടുത്ത് എന്റെ നമ്പർ അപ്പൊ തന്നെ സേവ് ചെയ്യാൻ പറയും. എന്റെ പേര് റിൻസിലയാണ്, കല്ലേക്കാട് നിട്ടോളി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അടുത്ത് സേവ് ചെയ്യാൻ പറയും. ഞാനും അവരിന്റെ സേവ് ചെയ്തിട്ട് ബസ്സിൽ നിന്ന് ഇറങ്ങും. അതിന്റെ എന്റെ സ്റ്റോപ്പ് എത്തുമ്പോൾ ഞാൻ ഇത് ക്ലിയർ ആക്കിയിട്ടുണ്ടാവും. ക്ലിയർ ആക്കിയിട്ട് ഞാൻ ഇറങ്ങും. ഇറങ്ങിയ ശേഷം പിന്നെ അവന്റെ നിന്ന് അവനെ നമ്മള് ഗുഡ് മോർണിംഗ് എനിക്ക് വന്നല്ലോ മെസ്സേജ്. അപ്പൊ നമ്മൾക്ക് അറിയല്ലോ അല്ലെ നമ്മൾ എങ്ങനെയാണ് ഒരാളെ ട്രെയിനിങ് ഒക്കെ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയല്ലോ അല്ലെ എങ്ങനെയാണെന്ന്. അപ്പൊ ആ ഫോളോ അപ്പ് പറഞ്ഞാൽ നമ്മള് ഗുഡ് മോർണിംഗ് അവരെന്തെങ്കിലും സ്റ്റാറ്റസ് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് കൊടുക്കുക, അതേപോലെ കമന്റ് ഇടുക, അങ്ങനെയൊക്കെ ഞാൻ ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോ അവർക്കൊരു നമ്മളോടുള്ള ഒരു നല്ല സ്നേഹമാവും. പിന്നെ അവര് നമ്മളോട് സംസാരിക്കും. എന്താണ് എങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കും. അപ്പൊ നമ്മള് ആ ഒരു 2 ദിവസം നല്ല ഡീലായിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് എന്നിട്ട് ലാസ്റ്റ് അവർക്ക് എന്താണ് ആവശ്യം എന്ന് എനിക്ക് അറിയാൻ പറ്റും. നമ്മളെന്ത് കേട്ടും ആ ഒരു മെല്ലെ നമുക്ക് ഈ കൺസെപ്റ്റിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം ഇപ്പൊ നമുക്ക് ലെക്കാണില്ലേ ഒരുപാട് ട്രെയിനിങ്ങുകളും കാര്യങ്ങളും, അതേപോലെ നമ്മുടെ BOP, അതേപോലെ 11 മണിക്കില്ലേ സാധാരണ വീട്ടമ്മമാർക്ക് 11 മണിന്റെ ഉള്ളിൽ എല്ലാ പണികളും കഴിയില്ലേ. ആ പണികൾ കഴിഞ്ഞ് നമുക്ക് ആ ഒരു ഡിജിറ്റൽ BOP അല്ലെ അതില് DPP അതില് കയറ്റാൻ പറ്റും. ഒരുപാട് ലെക്കാണില്ലേ ഇപ്പൊ വന്ന ആൾക്കാർക്കൊക്കെ ഒരുപാട് ലെക്കാണ്. അപ്പൊ ഇപ്പൊ നമ്മൾ എല്ലാം മനസ്സിലാക്കിയ ലീഡേഴ്സ്മാരുടെ കൂടെയാണ് നമ്മൾ ജോയിൻ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് അവർക്ക് നമുക്ക് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് അല്ലെ. ആ തെറ്റൊന്നും മറ്റുള്ളവർക്ക് വരണ്ടാന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് മുതൽ നമ്മൾ ജോയിൻ ചെയ്തതും അവർക്ക് പറഞ്ഞു കൊടുക്കൂലേ എങ്ങനെയാണെന്ന്. അപ്പൊ അവര് പ്രവർത്തിക്കണം. ഇനി അവിടുത്തെ പ്രവർത്തിച്ചാലേ നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ അല്ലെ. അതേപോലെ നമ്മൾ ഇതിൽ ജയിക്കുകയാണെങ്കിൽ ചിലവര് പറയും അവന്റെയൊക്കെ ഭാഗ്യേ എന്താ അല്ലെ, നല്ല സംസാരിക്കാനൊക്കെ അറിയും അവർക്ക്, ബിസിനസ് മൈൻഡ് ഒക്കെ ആയി എന്നുള്ള ഒരു തോട്ട് വരും. പക്ഷെ ഇതില് ഭാഗ്യമോ ഒരാള് നന്നായി പഠിച്ചവരോ അല്ല വിജയിക്കുന്നത് അല്ലെ. ഇതില് നല്ലൊരു എങ്ങനെയാണ് ഇതിന്റെ മനസ്സിലാക്കി പ്രവർത്തിച്ചവരാണ് വിജയിച്ചു പോകുന്നത്. നമുക്ക് അറിയാം അല്ലെ. നമ്മള് ഇപ്പൊ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ 5 വർഷം നമ്മള് 1 വർഷം ബിസിനസ് ചെയ്താൽ എങ്ങനെ ആയിരിക്കും, അത് ചെയ്തില്ലെങ്കിൽ എങ്ങനെ ആയിരിക്കും, നമ്മുടെ ട്രെയിനിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പൊ നമ്മൾ അവിടെ നിന്ന് മനസ്സിലാക്കി അപ്പൊ നമ്മളെ തന്നെ ചിന്തിക്കുകയാണ്, ഞാൻ 3 വർഷം മുമ്പ് ഞാൻ എങ്ങനെ ആയിരുന്നു, ഇപ്പൊ 3 വർഷം ശേഷം ഞാൻ എങ്ങനെയാണ് എന്ന് നമ്മൾ അവിടെ മനസ്സിലാക്കിയില്ലേ. അവിടുന്ന് മനസ്സിലാക്കി. ഒരു മിനിറ്റ്. അപ്പൊ ഞാൻ അവിടെ നിന്ന് ഞാനാണ് അവിടെ കരുതിയത് എന്താണ്, ഞാൻ 3 വർഷം മുമ്പ് എങ്ങനെയായിരുന്നു, 4 ചുമരുകൾക്കുള്ളിൽ ഒരു കല്ലേക്കാട് പോണെങ്കിൽ എന്റെ സുധീർക്ക് വരട്ടെ എന്ന് ഞാൻ ആലോചിക്കും. എനിക്ക് പേടിയാണ് ബാങ്കിൽ പോകാനോ ആശുപത്രിക്ക് പോകാനോ. ഇപ്പൊ ഉള്ള സമയത്ത് ഇപ്പാനെ വിളിച്ചിട്ട് തന്നെ പോവുള്ളൂ. അങ്ങനെ പിന്നെ ഇപ്പൊ പെട്ടെന്ന് അറ്റാക്ക് ആയിരുന്നു ഉപ്പാന്റെ. അപ്പൊ പെട്ടെന്ന് ഒരു ഇതായി
പഠിച്ചോനെ എനിക്ക് ആരുമില്ല എന്നുള്ള തോട്ട് എനിക്ക് എന്റെ മനസ്സിൽ വന്നു. എന്താണ് ഇനി ഞാൻ എങ്ങനെ ജീവിക്കും എന്നുള്ള ഒരു ഇതൊക്കെ വന്നപ്പോ പിന്നെ സപ്പോർട്ടായിട്ട് പിന്നെ നമുക്ക് ആദ്യം വെറുതെ തലവേദന, ടെൻഷൻ അടിക്കും ഒക്കെ ചെയ്യും. അതെന്താന്നറിയാം, നമ്മളെ താങ്ങാന് കൈകളുണ്ട്. ഒരു തലവേദന വന്ന അപ്പൊ സ്പോട്ടിൽ എന്നെ വിളിക്കും, ഫോൺ വിളിക്കും. ഇപ്പൊ വിളിച്ചു പറഞ്ഞാ എന്താണ് എന്റെ സൗണ്ട് മാറി പറഞ്ഞ ഇപ്പൊക്കെ അറിയും എന്തോ സംഭവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വന്ന് അത് എന്നെ ക്ലിയർ ആക്കിയിട്ട് പോകും. അങ്ങനെയുള്ളത്. പിന്നെ ഇപ്പൊ പെട്ടെന്നുള്ള ഒരു പെട്ടെന്ന് അറ്റാക്ക് ആയിരുന്നു, മരിച്ചു പോയപ്പോ എന്താണ് പിന്നെ നമുക്ക് താങ്ങാൻ ആരുമില്ല എന്നുള്ളൊരു തോട്ടില് നമുക്ക് തലവേദനയേ ഇല്ല, തലവേദനയില്ല, ഒന്നുമില്ല. എന്താണ് സംഭവം, നമുക്ക് താങ്ങാനില്ലല്ലോ ആരും. അപ്പൊ അങ്ങനെ വിചാരിച്ചു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഹസ്ബൻഡ് അതേപോലെ തന്നെയായിരുന്നു, ഇപ്പാനെ പോലെ തന്നെയായിരുന്നു, എല്ലാം കൊണ്ട് സപ്പോർട്ടാണ്. ആദ്യം ഭയങ്കര നെഗറ്റീവ് ആണെങ്കിലും പിന്നീട് എന്താണ് നല്ല സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. അതേപോലെ അപ്പൊ കല്ലേക്കാട് ഈ ബാങ്ക് അടുത്താണ്. കല്ലേക്കാട് പോകാൻ വേണ്ടിട്ട് ആരെങ്കിലും പറഞ്ഞ ഞാൻ കുടുംബശ്രീയിൽ പ്രസിഡന്റ് ആണ്. അപ്പൊ നീ പോന്ന് പറഞ്ഞു. ഞാൻ പോവില്ല പറയും. അപ്പൊ നീ മാസം എന്തായാലും പോകേണ്ടത് പറയുമ്പോ ഞാൻ ഇക്ക വരട്ടെ, ഉച്ചക്ക് ഇക്ക വരട്ടെ എന്നിട്ട് പോവാ എന്നുള്ള ആ മൈൻഡ് സെറ്റ് ആയിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് എവിടെയും പോവില്ല, അങ്ങനത്തെ ഉള്ള ഒരാളായിരുന്നു. പക്ഷെ ഇന്ന് പല സ്ഥലങ്ങളിലും ഒറ്റയ്ക്ക് പോവാനുള്ള പേടിയില്ല. ആരെങ്കിലും എന്തെങ്കിലും വിചാരിക്കും എന്നുള്ള ഒരു വിചാരം എനിക്കില്ല. എന്താണ് ആരും എന്തോ വിചാരിച്ചോട്ടെ, എന്റെ കാര്യം എനിക്ക് നടക്കണം. ഇതില് നല്ലൊരു ഒരു ഫ്രീഡം നമുക്ക് കിട്ടുന്നില്ലേ. അതേപോലെ ഒരുപാട് കുടുംബങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പൊ അതൊക്കെ ആലോചിച്ചപ്പോ എനിക്ക് ടീം സപ്പോർട്ട് ഉണ്ട്. ടീം സപ്പോർട്ട് പറഞ്ഞാൽ ഞാൻ എസ് സി ആയപ്പോ പ്രത്യേക സാഹചര്യം എന്തൊരു സാഹചര്യത്തിന് എന്റെ ഫ്രണ്ടിന് ഇതിൽ നിന്ന് തുടർന്നു പോകാൻ പറ്റിയില്ല. ഞാൻ എസ് സി ആകാത്ത മുമ്പ് തന്നെ തുടർന്നു പോയില്ല. പക്ഷെ അവള് ഇതിന്ന് ലെഫ്റ്റ് ആയി പോയി. പക്ഷെ ഞാൻ അവിടെ ചിന്തിച്ചത് എന്താണെന്ന് വെച്ചാല് എനിക്കിത് ആവശ്യമാണ്. എന്നെ ഒരു പണിക്കോ ഒന്നിനും വിടൂല, എവിടെയും ഇതാക്കൂല. അപ്പൊ നമുക്കൊരു കാശ് വേണല്ലേ, എന്തിനും നമ്മൾ അത് ചെയ്യണം, ഇത് ചെയ്യണം എന്ന് പറയുന്നേക്കാട്ടി നല്ലത് നമ്മുടെ കയ്യിൽ ഒരു കാശുണ്ടെങ്കിൽ എന്ന് ഞാൻ വിചാരിച്ച്. പക്ഷെ ഞാൻ എന്നാലും നിക്കണം, വേണ്ടേ അവളില്ലാത്ത അവിടെ എനിക്ക് ഇനി ആരാണ് സപ്പോർട്ട് എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഇത് വേണ്ട വെക്കുകയായിരുന്നു. ആ ഒരു എന്താണ് ഫ്രണ്ടോ എന്താന്നറിയില്ല, എന്താണ് കൂടപ്പിറപ്പോ എന്നുള്ള ഒരു ഇതില് ആ മനസ്സിൽ ജസീറ മാം കേറിക്കൂടി. നമ്മുടെ ഓരോ കാര്യങ്ങൾ ചോദിച്ചു. അപ്പൊ ഞാനുണ്ട് കൂടെ എന്നുള്ള ഒരു ഉറപ്പ് ജസീറ മാം അന്ന് തന്നൂലേ. ഇറങ്ങിക്കോളൂ മാം, ഞാൻ എന്ത് സപ്പോർട്ട് ചെയ്യാ എന്ന് പറഞ്ഞു. അപ്പൊ ഞാന് ജസീറ മാം ഉണ്ടല്ലോ. ആദ്യം ജസീറ മാമിന് വലിയ ലീഡേഴ്സ്മാരിനെ വിളിക്കാൻ പേടിയായിരുന്നു. നമ്മുടെ അടുത്ത് അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്, വലിയ ലീഡേഴ്സ്മാരിനൊന്നും വിളിക്കണ്ട, അവർക്ക് നമ്മളെ വിളിക്കാൻ പാടില്ല എന്നുള്ളൊരു ഇതില്. എനിക്ക് അറിയില്ല സംഭവം, ജസീറ മാം അറിയാം, പക്ഷെ നമ്മുടെ ടീം ലീഡർ ആണെന്ന് അറിയില്ലായിരുന്നു. പിന്നെ ആ മാം എന്റെ അന്ന് ഓരോ കാര്യം ചോദിച്ചു, മനസ്സിലാക്കി. പിന്നെ മാം പ്ലാന് പറയാന് ഇന്ന് കോയമ്പത്തൂരുണ്ട്, മാം വരുമോ. ഞാൻ അതിനു മുമ്പ് ഒരു പ്ലാനോ അതേപോലെ ഒറ്റയ്ക്ക് പോയിട്ടില്ല. എന്തിനും ധന്യ മാമിനെയും ജസീറ മാം ജസീനെയും ആശ്രയിച്ചു. എന്താണ് എവിടെ പ്ലാന് പറയണെങ്കിൽ നീ ചെയ്യോ, ധന്യ ചേച്ചി ഒന്ന് പ്ലാന് പറയാൻ പറയാ ചേച്ചി എന്ന് പറഞ്ഞ ചേച്ചി ശരിയുടെ കണ്ണാ ഞാൻ വരാം. അങ്ങനെയുള്ള ഒരു ഇതിൽ ഞങ്ങള് സപ്പോർട്ട് ചെയ്യൂലേ. സപ്പോർട്ട് ചെയ്യുമ്പോ ശരി. അപ്പൊ ഞാൻ ഇന്ന് പ്ലാനൊന്നും പഠിച്ചില്ല. ഈ ഒരു ഇവരുണ്ടല്ലോ, ഇവര് ചെയ്യാനുണ്ടല്ലോ എന്നുള്ള ഒരു ഇതില് ഞാൻ അങ്ങനെ നിന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ജസീറ മാമിന്റെ കയ്യിൽ കിട്ടിയത് തന്നെ. അപ്പൊ ഞാൻ ഫസ്റ്റത്തെ കോയമ്പത്തൂര് മാമിന്റെ കൂടെ മാം കൊണ്ടുപോയി. എന്റെ നാത്തൂനായ ഫൗസിയ മാമിന് രണ്ടാളെയും കൊണ്ടുപോയിട്ട് അന്നൊരു ജസീറ മാമിന്റെ പ്ലാന് മീറ്റിംഗ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു, ഹൗസ് മീറ്റിംഗ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ പോയപ്പോ എന്നെ കൊണ്ട് പ്ലാൻ ബുക്ക് എടുക്കൂന്ന്. ഈ പ്ലാൻ ബുക്ക് വാങ്ങിച്ചു എന്നല്ലാതെ ഈ പ്ലാൻ ബുക്കിന്റെ ഉള്ളിൽ ഞാൻ ഇങ്ങനെ
കാണും. എല്ലാ ട്രെയിനിങ്ങും അറ്റൻഡ് ചെയ്യും, ഇംഗ്ലീഷ് ആണെങ്കിലും ഒക്കെ അറ്റൻഡ് ചെയ്യും. എന്നിട്ട് കുട്ടികൾ പറയും, എന്താ അമ്മ നിങ്ങള് ഹിന്ദി ഇംഗ്ലീഷ് ഒക്കെ നിങ്ങൾക്ക് അറിയണ്ടാവും ചോദിക്കും. അപ്പൊ ഞാൻ പറയും, അവര് പറയണത് അറിയണ്ടല്ലോ, എന്താണ് ചോദിക്കും. അപ്പൊ അങ്ങനെ അപ്പൊ എന്താണ് അവര് കുട്ടികളും കളിയാക്കും. അപ്പൊ മാം പുസ്തകം എടുക്കൂ, പുസ്തകം എടുത്തു ഒന്ന് പ്ലാൻ പറയൂ ചോദിച്ചു. അതുവരെ എന്റെ മനസ്സിൽ മാമല്ലേ പറയാ എന്ന് പറഞ്ഞിട്ട് സമാധാനത്തിലിരിക്കുമ്പോ പെട്ടെന്ന് എന്റെ അടുത്ത് ബുക്ക് എടുത്തിട്ട് പറയും പറഞ്ഞപ്പോ ഞാൻ ആകെ ടെൻഷൻ അടിച്ച് എന്താണ് വിറച്ച് എന്താണ് ഇല്ല, എനിക്ക് ആകെ ടെൻഷനായി. പക്ഷെ മാം അവിടെ ഒന്നും എന്നെ ചീത്ത പറയുക ഒന്നും ചെയ്തില്ല അന്ന്. എന്താണ് ഞാൻ പ്ലാൻ വേഗം പറഞ്ഞു കൊടുത്ത്. പിന്നെ അവന്റെ മുമ്പിൽ മാം ഒന്നും പറഞ്ഞില്ല. അപ്പൊ നമ്മൾ അവിടെ ചിന്തിക്കേണ്ടത് എന്താണെന്നറിയോ, നമ്മൾ പ്ലാൻ അറിയില്ലെങ്കിലും നമുക്ക് അറിയുന്ന ഇതില് വോയിസിൽ നമ്മൾ പറഞ്ഞു കൊടുത്താല്, ആ തോട്ടിൽ പറഞ്ഞു കൊടുത്താല് അപ്പുറത്ത് ഇരിക്കുന്ന ആൾക്കാർക്ക് അറിയില്ല ഇവര് തെറ്റാണ് പറഞ്ഞു തരുന്നെന്ന് ല്ലേ. അവര് ഓട്ടോമാറ്റിക്കായി അതൊക്കെ കേൾക്കൂലേ. അപ്പൊ ഞാന് അതേപോലെയാണ് എന്റെ അന്ന് ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അപ്പൊ ഞാനൊക്കെ അവര് പറഞ്ഞ് കേട്ട് അതേപോലെ പുറത്തിറങ്ങി. ഇത് കഴിഞ്ഞപ്പോ പുറത്തിറങ്ങിയിട്ട് കുറച്ച് അവന്